നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചില ബാങ്കുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം കാണുമ്പോൾ, അല്ലെങ്കിൽ ചില അക്ഷയ സെൻറ്ററിൽ പോകുമ്പോഴോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോകുമ്പോൾ അവരുടെ പെരുമാറ്റവും അവരുടെ രീതിയും ഒക്കെ കാണുമ്പോൾ രണ്ട് ചെകിടം നോക്കി പൊട്ടിക്കണം എന്ന് പറയാതെ പറയുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ SBI മാനേജറിൻ്റെ ചെകിടം നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയുടെ ചെറുമകൾ. ഇപ്പോഴത്തെ കേസും പുല്ലാപ്പും ഒക്കെ ആവുന്നുണ്ട്. പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആളുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത്. കേസൊക്കെ പിന്നെ നോക്കാം, കൊടുത്തല്ലോ അവൻ്റെ കർണക്കുറ്റിക്കിട്ടൊരു അടി എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതുപോലെ അടി ഇവിടുത്തെ പലരും കിട്ടേണ്ടതുണ്ട് എന്ന് പറയുന്നതുണ്ട്. അങ്ങനെ ഒരുപാട് പേർ അത്തരത്തിൽ പിന്തുണയ്ക്കുന്നവരുണ്ട്. എന്നാൽ അതായത് ഈ ക്രമസമാധാനം നമ്മൾ കയ്യിലെടുക്കാൻ പാടില്ലല്ലോ എന്നുള്ള ഒരു വിമർശനവും വരുന്നുണ്ട്. എന്തായാലും ചെന്നൈയിലാണ് ഈ സംഭവം നടക്കുന്നത്. ചെന്നൈയിൽ SBI ബാങ്ക് മാനേജറുടെ കരണത്തടിച്ച് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ ചെറുമകൾ. സംഭവത്തിൽ മുൻ കേന്ദ്രമന്ത്രി MK അഴഗിരിയുടെ മകളായ ഈ കയൽ വിഴിക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കയൽ വിഴിക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ചെന്നൈയിലെ SBI അടയാർ ബ്രാഞ്ചിലാണ് സംഭവം നടന്നത്. ബാങ്ക് കെട്ടിടത്തിലെ തകരാറിലായ ലിഫ്റ്റ് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കലാശിച്ചത്. കയൽവിഴിയുടെ ഉടമസ്ഥതയിലുള്ള വാണിജ്യ കെട്ടിടത്തിലാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത്. ലിഫ്റ്റ് നന്നാക്കാൻ മാനേജർ ആവശ്യപ്പെട്ടതിൽ പ്രകോപിതയായ കയൽവിഴി വാക്ക് തർക്കത്തിനൊടുവിൽ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മാനേജറുടെ മുഖത്തടിക്കുകയായിരുന്നു. മാനേജറെ മർദ്ദിക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം. ബാങ്ക് മാനേജറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 വകുപ്പുകൾ ചുമത്തിയാണ് ചെന്നൈ പോലീസ് കയൽവിഴിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പോലീസ് പ്രധാന തെളിവായി ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് സംഭവം നേരെ തിരിച്ചാണ്. ഇവിടെ ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം അത് അവിടുത്തെ ഉടമയ്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. അതായത് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എല്ലാവർക്കും വേണ്ടി ലിഫ്റ്റ് ഉപയോഗിക്കുന്നത് ആ ബാങ്കിലേക്ക് വരുന്ന ഉപഭോക്താക്കൾക്കും അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും വേണ്ടി കൂടിയാണ് ആ ലിഫ്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന ആവശ്യം വന്നത്. എന്നാൽ തൽക്കാലം സ്റ്റെയർ ഉപയോഗിക്കൂ, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുള്ള അത് ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഇത് പണി ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ബിൽഡിംഗ് ഉടമ കൂടിയായിരുന്നു ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ ചെറുമകൾ. എന്തായാലും സംഭവം കത്തിക്കേറിയിട്ടുണ്ട്, വമ്പൻ പ്രശ്നമായിട്ടുണ്ട്. എന്തായാലും സമൂഹ മാധ്യമങ്ങൾ രണ്ട് രീതിയിൽ ഈ CCTV ദൃശ്യങ്ങൾ പ്രചരിക്കുകയും അതിൻ്റെ പ്രതികരണങ്ങൾ വരികയും ഒക്കെ ചെയ്യുകയാണ്.